This video is sponsored by SPO Digital Marketing. ஸ்கிப் பண்ணாதீங்க, பெரிய தப்பு. தினம் 300 ரூபாய் சம்பாதிக்க அரிய வாய்ப்பு. இன்ஸ்டாகிராம், ஃபேஸ்புக் பயன்படுத்த தெரிந்தால் போதும் கண்டென்ட் போஸ்ட் அண்ட் கண்டென்ட் பப்ளிஷிங் மூலமா தினம் 300 ரூபாய் சம்பாதிக்கலாம். இந்த வேலை செய்ய 5 நிமிடம் போதும். ஒர்க் ட்ரைனிங் சப்போர்ட், குரூப் கம்யூனிகேஷன் சப்போர்ட், ஆல் லாங்குவேஜ் கஸ்டமர் லைவ் சாட் சப்போர்ட், முக்கியமா சொந்தமா ஒரு பிசினஸ் ஸ்டார்ட் பண்ற அளவுக்கு உங்களால கற்றுக்கொள்ளவும் முடியும், சம்பாதிக்கவும் முடியும். இந்த வேலை வாய்ப்பு வழங்குவது 5 வருடத்துக்கு மேல ரன் ஆகிட்டு இருக்க நம்ம தமிழ்நாட்டு கம்பெனி ஸ்கூல் ஆஃப் பிசினஸ் ஆர்கனைசேஷன் பிரைவேட் லிமிடெட். மேலும் விவரங்களுக்கு டிஸ்கிரிப்ஷன்ல கொடுத்திருக்க நம்பருக்கு வாட்ஸ்அப் பண்ணுங்க. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു മുറുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ തക്കാളി മുറുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. തക്കാളി മുറുക്ക് ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ലല്ലേ. അപ്പോൾ വളരെ ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി മുറുക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് വീട്ടിലോട്ട് പോകാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് 1 കപ്പ് അരിപ്പൊടിയാണ്, നമ്മുടെ സാധാരണ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി. പിന്നെ വേണ്ടത് നമുക്ക് 1/2 കപ്പ് കടലമാവ്. 1 കപ്പ് അരിപ്പൊടിക്ക് 1/2 കപ്പ് കടലമാവ്. പിന്നെ ഞാൻ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 4 അല്ലി വെളുത്തുള്ളി. പിന്നെ വേണ്ടത് നമുക്ക് തക്കാളിയാണ്. തക്കാളി വന്നിട്ട് ഞാനിവിടെ ചൂടുവെള്ളത്തിലിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ തൊലി മാറ്റിയിട്ട് നമുക്ക് ജാറിനകത്ത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ജീരകം, വെളുത്തുള്ളി, പിന്നെ കായപ്പൊടി, ഇത് 4 കൂടി ചേർത്ത് നന്നായിട്ട് നരച്ചെടുത്ത് മാറ്റി വയ്ക്കണം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് തുടങ്ങാം. അരിപ്പൊടിയും കടലമാവും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി ചെറിയ ചൂടുവെള്ളം വേണം. ചൂടുവെള്ളത്തിൽ ഞാനിത് കുഴച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ചൂടുവെള്ളം ഒഴിച്ചുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആവും ഇത്. പിന്നെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചൂട് കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് കുഴയ്ക്കുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര വെള്ളം ഇനി മതിയോ വേണോ എന്നുള്ളത്. മാക്സിമം വെള്ളം കുറച്ചിട്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. ഈ ഒരു പരുവത്തിനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. കാണാൻ നല്ല റെഡിഷ് ആയിരുന്നു. കുഴച്ചൊക്കെ വരുമ്പോഴത്തേക്ക്, മുറുക്കായിട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ കളർ മാറുന്നുണ്ട്. ഇനി നമ്മുടെ സ്റ്റാർ നോസിൽ എടുത്തിട്ട് നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കുന്ന അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ മാവ് കുറച്ചിട്ട് അതിലിട്ട് കൊടുക്കുക. ഞാൻ ഡയറക്റ്റായിട്ട് എണ്ണയിലോട്ട് ഇടുകയല്ല ചെയ്യുന്നത് കേട്ടോ. ആദ്യം ഒരു പ്ലേറ്റിനകത്ത് ആക്കിയിട്ട് പിന്നെ മുറിച്ച് എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. എനിക്കിങ്ങനെയാണ് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നിയത്. മാവ് കുഴച്ചേണ്ട ഇതിനനുസരിച്ച് നമുക്ക് സ്മൂത്തായിട്ട് കിട്ടും. ഒരുപാട് പ്രഷർ കൊടുക്കാതെ തന്നെ നമുക്ക് അത് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ മാവിൽ വെള്ളം കൂടുതലാണെങ്കിൽ നമുക്ക് അത് പൊടിഞ്ഞു പോകും. ഇനി വെള്ളം കുറവാണെങ്കിൽ നമുക്ക് ഭയങ്കര ഹാർഡായിരിക്കും. പ്രഷർ കൊടുത്ത് അത് ചെയ്യേണ്ടി വരും. കറക്റ്റ് ആണെങ്കിൽ നമുക്ക് സ്മൂത്തായിട്ട് ഇതിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് കടായിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇടുമ്പോൾ ഹൈ ഫ്ലെയിമിലും പിന്നെ അത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വയ്ക്കണം. അങ്ങനെയാണ് ഇത് മുറുക്കുണ്ടാക്കിയെടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കരുത്. ഇടുമ്പോൾ ഹൈ ഫ്ലെയിമിലായിരിക്കണം. പിന്നെ അത് ഇട്ട ഉടനെ നമ്മൾ സിമ്മിലോട്ട് മാറ്റണം. അല്ലെങ്കിൽ പിന്നെ അത് കരിയത്തേ ഉള്ളൊന്നും വേവാതെ. അപ്പോൾ നമ്മുടെ തക്കാളി മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.